ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. പരീക്ഷയുടെ ചൂടിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന കുറച്ച് കിടിലൻ കറണ്ട് അഫയേഴ്സ് പോയിന്റ്സ് ആണ്. ശാസ്ത്രം മുതൽ രാഷ്ട്രീയം വരെ ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രം നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാം. വെറും 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ മാർക്കായിട്ട് മാറ്റാൻ പോവാണ്. ഓരോ വാർത്തയും ഓരോ മാർക്കാണ്. റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്വന്തം കേരളത്തിൽ എന്ത് നടന്നുവെന്ന് നോക്കാം. PSC പരീക്ഷകൾക്ക് നിങ്ങൾക്കറിയാലോ, കേരളത്തിലെ കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, സൈലന്റ് വാലിയിലെ 2 പുതിയ താമസക്കാർ വന്നിട്ടുണ്ടത്രേ. അതാരായിരിക്കും? എൻവയോൺമെന്റൽ ന്യൂസ് പ്രത്യേകിച്ച് പുതിയ സ്പീഷീസിനെ കണ്ടെത്തുമ്പോൾ അത് എക്സാമിനൊരു ഹോട്ട് ടോപ്പിക്കാണ്. നോക്കാം നമുക്ക് ആരാണ് ആ VIP-കളെന്ന്. അത് മറ്റാരുമല്ല, 2 പുതിയന മണ്ണിരകളാണ്. എർത്ത് വർംസ്. നമ്മുടെ സൈലന്റ് വാലിയിൽ നിന്നാണ് ഈ കിടിലൻ കണ്ടെത്തൽ. പേരുകളൊന്ന് നോട്ട് ചെയ്തോ. മൊനിലോഗാസ്റ്റർ ഗിരിഷി, പിന്നെ ഡ്രാവിഡ റെനോൾസി. ഈ പേരുകൾ ബൈഹാർട്ട് ചെയ്യണം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേരുകൾ കേട്ട് പേടിക്കണ്ട, ഓർക്കാനൊരു കിഡിലൻ ട്രിക്കുണ്ട്. നോക്കിക്കേ, മൊണലിഗാസ്റ്റർ ഗിരീഷി. ഗിരീഷ്, ആ പേരുണ്ടോ? ഗിരീഷ് ഒരു മൊണാലിസയെപ്പോലത്തെ മണ്ണിരയെ കണ്ടു എന്നോർത്താൽ മതി. മൊണലിഗാസ്റ്റർ മൊണാലിസ. അടുത്തത് ഡ്രോവിഡ റെയ്നോൾഡ്സി. റെയ്നോൾഡ് കണ്ടത് ഒരു പഴയ ദ്രാവിഡൻ മണ്ണിരയാണെന്ന് വിചാരിക്കുക. സിമ്പിളല്ലേ? പരീക്ഷയ്ക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഈ കഥ ഓർമ്മ വരും, ഉറപ്പാ. അടുത്തത് കേരള ഗവൺമെന്റിന്റെ ഒരു പുതിയ പദ്ധതി. ഇത് ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പേരിതാണ് രക്ഷാകവചം. പേര് പോലെ തന്നെ ഇതൊരു കവചമാണ്, ഒരു പ്രൊട്ടക്ഷൻ. ആർക്കാണ്? പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കാണ്. അവരുടെ ആശ്രിതർക്ക്, അതായത് ഡിപ്പെൻഡൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന സ്കീം. ഈ പേരും അതിന്റെ ലക്ഷ്യവും വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി കണ്ണൂരിൽ നിന്നും ഒരു ബിഗ് ന്യൂസ്. നമ്മുടെ കണ്ണൂരിൽ ഒരു അന്താരാഷ്ട്ര സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, അതായത് IRIA. ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും ആയുർവേദത്തിന്, നമ്മുടെ കേരളത്തിൽ. സ്ഥലം മറക്കരുത്, കണ്ണൂർ. ഇത് മാച്ച് ദ ഫോളോയിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിലോ വരാൻ 100% സാധ്യതയുണ്ട്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒരു സാധനം ഓർഡർ ചെയ്താൽ യുവർ ഓർഡർ ഹാസ് ബീൻ ഷിപ്ഡ് എന്നൊക്കെ പറഞ്ഞ് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ? അതേ ഐഡിയ. +2 പരീക്ഷയുടെ ചോദ്യപേപ്പർ പ്രിന്റിംഗ് സെന്ററിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ പരീക്ഷാ ഹാളിൽ എത്തുന്നതുവരെ ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ ഒരു പുതിയ ആപ്പ് വന്നിരിക്കുന്നു. കൈറ്റിന്റെ ക്യൂട്രാക്ക് ആപ്പ്. ഇതിന്റെ ഉദ്ദേശം സിമ്പിളാണ്: പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കുക. ടെക്നോളജി വിദ്യാഭ്യാസത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിന് ഒരു കിഡിലൻ എക്സാമ്പിൾ അല്ലേ ഇത്? ഓക്കെ, അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായി നോക്കാം. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ മൊത്തത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങളെന്ന് നോക്കാം. $50 ബില്യൺ. എന്താണിത്? ഇതൊരു പുതിയ ലക്ഷ്യമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ. ഈ നമ്പർ എന്താണെന്നും ഇതിന്റെ പിന്നിലെ കഥ എന്താണെന്നും നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 നമ്പറുകളുണ്ട്. ഒന്ന് $50 ബില്യൺ. അത് 2030ഓടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വ്യാപാരം എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗോളാണ്, ഒരു ലക്ഷ്യം മാത്രം. പക്ഷെ വേറൊന്നുണ്ട്. $1.9 ബില്യൺ ഒരു കരാറ്. അത് യുറേനിയം സപ്ലൈക്ക് വേണ്ടി ഇപ്പം തന്നെ ഒപ്പിട്ടൊരു ഡീലാണ്. അപ്പം ഒന്ന് ഫ്യൂച്ചർ ഗോൾ, മറ്റൊന്ന് ഇപ്പോഴത്തെ റിയൽ ഡീൽ. ഈ വ്യത്യാസം മനസ്സിലാക്കിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇന്ത്യ വിട്ട് വേൾഡ് സ്റ്റേജിലേക്ക് പോകാം. ഒരു ചെറിയ ട്വിസ്റ്റൊക്കെയുള്ള ഒരു അന്താരാഷ്ട്ര വാർത്തയാണ് അടുത്തത്. ഇത് വെറുമൊരു ന്യൂസല്ല, രാജ്യങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങളെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. സംഭവത്തിലെ നായകൻ ഒരു ഇറാനിയൻ യുദ്ധക്കപ്പലാണ്. പേര് IRIS ഡീന. അപ്പോൾ ഈ ഐരിസ് ദെന എന്ന കപ്പലുണ്ടല്ലോ, അത് ശ്രീലങ്കൻ തീരത്തിനടുത്ത് വെച്ച് മുങ്ങിപ്പോയി. പേരും മറക്കരുത്, സ്ഥലവും മറക്കരുത്. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് ഇവിടെയാണ്. ഇതൊരു സാധാരണ അപകടമല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു US സബ്മറൈൻ ആക്രമിച്ചതാണ് കപ്പൽ മുങ്ങാൻ കാരണം എന്നാണ് സൂചന. ഇത് സത്യമാണെങ്കിൽ സംഗതി വലിയ കോലാഹലമാകും. ഓക്കെ, അടുത്തതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനേരിയാണ്. 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ഭാഗം. ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് തീംസ്. മാർച്ച് 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ, അതായത് ലോക വന്യജീവി ദിനം. 2026 തീം എന്താണെന്നറിയാമോ? ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. വന്യജീവി സംരക്ഷണത്തിലെ ഡിജിറ്റൽ കണ്ടുപിടുത്തങ്ങൾ. ഈ ഡേറ്റും തീമും ഒരുമിച്ച് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനിയൊരു ലൈറ്റ്നിങ് റൗണ്ട് ആയാലോ? ഞാൻ ചോദിക്കും, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയണം. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എവിടെയായിരുന്നു? സൈലന്റ് വാലി. കിട്ടിയല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യ കാനഡ ട്രേഡ് ഗോൾ, ആ വലിയ ഫിഗർ ഓർമ്മയുണ്ടോ? യെസ്, $50 ബില്യൺ. ബ്രില്യന്റ്. പ്രിവിഷൻ കഴിഞ്ഞു. ഇനിയൊരു മിനി ടെസ്റ്റ്. ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്യാൻ നോക്ക്. എന്നിട്ട് നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം.
ചോദ്യം 1. കേരളത്തിലെ പ്രൈവറ്റ് സെക്ടർ ജീവനക്കാർക്കുള്ള ആ പുതിയ പദ്ധതിയുടെ പേരെന്താ? രണ്ടാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് എവിടെയാണ്? അവസാന ചോദ്യം, ശ്രീലങ്കയുടെ അടുത്ത് മുങ്ങിപ്പോയ ആ ഇറാനിയൻ യുദ്ധക്കപ്പലിന്റെ പേര്. ശരി, ആൻസേഴ്സ് നോക്കാം. 1. രക്ഷാകവചം. 2. കണ്ണൂർ. 3. ഐരിസ് ദന. 3ഉം ശരിയാക്കിയവർക്ക് എന്റെ വക ഒരു ബിഗ് ക്ലാപ്പ്. നിങ്ങൾ ട്രാക്കിലാണ്. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു കാര്യം. ഇന്ന് നമ്മൾ സംസാരിച്ച ഇന്ത്യ കാനഡ ഡീലൊക്കെ ഇല്ലേ, അതൊന്നും വെറും ന്യൂസല്ല. ഇത്തരം ഓരോ തീരുമാനങ്ങളാണ് ഒരു രാജ്യത്തിന്റെ അടുത്ത 10 വർഷത്തെ ഗതി തന്നെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അത് നാളത്തെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത് എന്നുകൂടി ഓർക്കുക. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചോ. നമുക്ക് പുതിയ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.